ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രേയിങ് ഹാൻഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. പ്രേയിങ് ഹാൻഡ്സ് എന്നത് ജർമ്മൻ കലാകാരനായ ആൽബ്രക്റ്റ് ഡ്യൂറർ വരച്ച പ്രശസ്ത ചിത്രത്തിൻ്റെ പിന്നിലെ ഹൃദയസ്പർശിയായ കഥയാണ്. സഹോദര സ്നേഹം, ത്യാഗം, നന്ദി എന്നിവയാണ് ഈ കഥയുടെ മുഖ്യ ആശയം. ഇനി നമുക്ക് ആ ചിത്രത്തിൻ്റെ പിന്നിലുള്ള കഥയിലേക്ക് കടക്കാം. 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഡ്യൂറർ കുടുംബം ജീവിച്ചിരുന്നു. 18 മക്കളുള്ള ഈ കുടുംബത്തെ പോറ്റാൻ അവരുടെ അച്ഛനായ സ്വർണ്ണ പ്രവർത്തകൻ വളരെ കഠിനമായി ജോലി ചെയ്തിരുന്നു. ദിവസവും ഏകദേശം 18 മണിക്കൂർ ജോലി ചെയ്യുകയും ലഭിക്കുന്ന എല്ലാ ചെറിയ ജോലികളും ഏറ്റെടുക്കുകയും ചെയ്തു. ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നെങ്കിലും സഹോദരന്മാരായ ആൽബ്രക്റ്റും ആൽബർട്ടും കലാകാരന്മാരാകണമെന്ന വലിയ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ അവരുടെ അച്ഛനെ അവരെ കലാലയത്തിലേക്ക് അയക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ ഒരു ത്യാഗപരമായ തീരുമാനമെടുക്കുന്നു: കോയിൻ ടോസ് ചെയ്യൽ. കോയിൻ ടോസ് ചെയ്ത് ഭാവി തീരുമാനിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. ജയിക്കുന്നവൻ ആർട്ട് അക്കാദമിയിൽ പഠിക്കും, തോറ്റവൻ സമീപത്തെ ഖനിയിൽ ജോലി ചെയ്ത് സഹോദരനെ സഹായിക്കും. 4 വർഷത്തിന് ശേഷം പഠനം പൂർത്തിയാക്കിയ സഹോദരൻ മറ്റേ സഹോദരനെ പഠിപ്പിക്കും. അങ്ങനെ ഒരു ഞായറാഴ്ച പള്ളിക്ക് ശേഷം അവർ കോയിൻ ടോസ് ചെയ്തു. ഇളയ സഹോദരനായ ആൽബ്രക്റ്റ് ജയിച്ച് അക്കാദമിയിൽ പഠിക്കാൻ പോയി. ആൽബർട്ട് അപകടകരമായ ഖനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. 4 വർഷം കഠിനവും അപകടകരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്ത് ആൽബർട്ട് തൻ്റെ സഹോദരനെ പിന്തുണച്ചു. ആർട്ട് അക്കാദമിയിൽ ആൽബ്രക്റ്റിൻ്റെ കഴിവ് വളരെ വേഗത്തിൽ പ്രശസ്തമായി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അധ്യാപകരുടേതിനേക്കാൾ മികച്ചതായിരുന്നു. പഠനം പൂർത്തിയാക്കുമ്പോഴേക്കും അദ്ദേഹം നല്ല വരുമാനം നേടാൻ തുടങ്ങി. ആൽബ്രക്റ്റ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കുടുംബം വലിയ ആഘോഷ വിരുന്നൊരുക്കി. സംഗീതവും സന്തോഷവും നിറഞ്ഞ വിരുന്നിൽ അദ്ദേഹം സഹോദരൻ്റെ ത്യാഗത്തിന് നന്ദി പറഞ്ഞു. എന്നിട്ട് ഇനി ആൽബർട്ടിന് പഠിക്കാൻ പോകാമെന്നും താൻ സഹായിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കണ്ണു നിറച്ച് ആൽബർട്ട് അത് നിരസിച്ചു. ഖനിയിലെ കഠിന പ്രവർത്തനം കാരണം അദ്ദേഹത്തിൻ്റെ വിരലുകൾ പലതവണ പൊട്ടിപ്പോയിരുന്നു. ആൽബർട്ടിന് ഒരു ഗ്ലാസ് പോലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതിനാൽ ചിത്രരചന ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ തൻ്റെ കലാകാരനാവാനുള്ള സ്വപ്നവും അവസാനിച്ചിരിക്കുന്നുവെന്ന് ആൽബർട്ട് കൂട്ടിച്ചേർത്തു. സഹോദരൻ്റെ മഹത്തായ ത്യാഗം ആൽബ്രക്റ്റിനെ ഏറെ സ്പർശിച്ചു. 500 വർഷങ്ങൾ കടന്നുപോയി. ഇന്നും ആൽബ്രക്റ്റ് ഡ്യൂററുടെ വിവിധ തരത്തിലുള്ള കലാസൃഷ്ടികൾ, ചിത്രങ്ങൾ, സ്കെച്ചുകൾ, വാട്ടർ കളറുകൾ, ചാർക്കോളുകൾ, മരത്തിലുള്ള സൃഷ്ടികൾ, ചെമ്പിലുള്ള രൂപങ്ങൾ മുതലായവ ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ കാണാം. പക്ഷേ ലോകത്തിലുള്ള എല്ലാവരും അറിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു കലാസൃഷ്ടിയേ ഉള്ളൂ. ഒരു ദിവസം അദ്ദേഹം തനിക്ക് വേണ്ടി ഇത്രയും അധികം സഹിച്ച തൻ്റെ സഹോദരന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. മെലിഞ്ഞ വിരലുകളുള്ള തൻ്റെ സഹോദരൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ആകാശത്തിലേക്ക് ഉയർത്തുന്നതായിട്ടാണ് ആ സമ്മാനം അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. ആ ചിത്രത്തെ അദ്ദേഹം ഹാൻഡ്സ് എന്ന് വിളിച്ചു. പക്ഷേ ലോകം ആ സ്നേഹ സമ്മാനത്തിൻ്റെ പേര് ദി പ്രേയിങ് ഹാൻഡ്സ് എന്നാക്കി. 500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആൽബ്രക്റ്റ് ഡ്യൂററുടെ ഈ ചിത്രം സ്നേഹം, ത്യാഗം, നന്ദി, സഹോദര സ്നേഹം എന്നിവയുടെ ശക്തമായ പ്രതീകമായി തുടരുന്നു. ഇതാണ് ദി പ്രേയിങ് ഹാൻഡ്സ് എന്ന ചിത്രത്തിൻ്റെ പിന്നിലെ ഹൃദയസ്പർശിയായ കഥ.